ചക്കുവള്ളം ശ്രീനാരായണ ധർമാശ്രമത്തിന് സൗജന്യമായി ജലം നൽകുമെന്ന മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രഖ്യാപനം പാഴായി. പ്രധാന ജലസംഭരണി സ്ഥാപിക്കാൻ സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയതിന് പ്രത്യുപകാരമായാണ് 2023 അണക്കരയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ജലം നൽകുമെന്ന വാക്ക് മന്ത്രി നൽകിയത്. എന്നാൽ തുടർച്ചയായി ബില്ല് വരികയും അടച്ചില്ലെങ്കിൽ കണക്ഷൻ വിച്ഛേദിക്കുമെന്ന നോട്ടീസ് ലഭിക്കുകയും ചെയ്തതോടെ പിഴയടക്കം ഭീമമായ തുകയാണ് ആശ്രമം അധികൃതർക്ക് അടയ്ക്കേണ്ടതായി വന്നത്. ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം 2023 കുമളി മുതൽ കരുണാപുരം വരെയുള്ള 4 പഞ്ചായത്തുകളിൽ ജലമെത്തിക്കുന്നതിനായി ചക്കുവള്ളം ഒട്ടകത്തലമേട്ടിൽ പ്രധാന ടാങ്ക് സ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റി തീരുമാനിച്ചത്. ടാങ്ക് സ്ഥാപിക്കാൻ ശ്രീനാരായണ ധർമാശ്രമം വക സ്ഥലം വിട്ടു നൽകണമെന്ന് അഭ്യർത്ഥിച്ച് അതോറിറ്റി ആശ്രമം സെക്രട്ടറിക്ക് കത്ത് നൽകുകയും ശിവഗിരി മഠത്തിന്റെ അനുമതിയോടെ 8 സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകുകയും ചെയ്തു. ആശ്രമത്തിന് സൗജന്യമായി ജലം ലഭ്യമാക്കണമെന്ന് മഠം അധികൃതർ വാക്കാൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് അണക്കരയിൽ നടന്ന പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിൽ വെച്ച് സ്ഥലം വിട്ടു നൽകിയ ആശ്രമം പ്രതിനിധിയെ ആദരിക്കുകയും ഒപ്പം ആശ്രമത്തിന് സൗജന്യമായി ജലം നൽകുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനുശേഷം ആശ്രമത്തിന്റെ സമീപത്തെ കുന്നിൻ മുകളിൽ സംഭരണി നിർമ്മാണം ആരംഭിക്കുകയും ആശ്രമത്തിന് നിലവിലുള്ള വാട്ടർ കണക്ഷന് തുടർന്ന് പണം അടയ്ക്കേണ്ടതില്ല എന്ന് സ്ഥലത്തെത്തിയ എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സെക്രട്ടറിയെ നേരിൽ കണ്ട് അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോവുകയും വേറെ ആളുകൾ എത്തുകയും ചെയ്തതോടെ ബില്ല് വരികയും അടച്ചില്ലെങ്കിൽ കണക്ഷൻ വിച്ഛേദിക്കുമെന്ന നോട്ടീസ് ലഭിക്കുകയുമായിരുന്നു. ഇത് സംബന്ധിച്ച് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ബില്ലും നോട്ടീസും വരുന്നത് തുടർന്നു. കഴിഞ്ഞ ദിവസം പീരുമേട് സബ് ഡിവിഷൻ ഓഫീസിൽ നിന്നും ഫോണിൽ വിളിച്ച് കണക്ഷൻ വിച്ഛേദിക്കുമെന്ന് പറഞ്ഞതോടെ 30,000 രൂപയോളം വരുന്ന ബില്ല് അടയ്ക്കാൻ നിർബന്ധിതമായതായി ആശ്രമം കാര്യദർശി PR മണി പറഞ്ഞു. പക്ഷേ അതിനുശേഷവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ വരികയും എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ വരികയും ഈ വാക്ക് ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. തുടർന്ന് പല സമയങ്ങളിലായി ബില്ലുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ബില്ലിനെ സംബന്ധിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു പ്രോസസ്സിംഗിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്, അത് അടയ്ക്കേണ്ടതില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ വർഷങ്ങളായിട്ട് ബില്ലുകൾ വരികയും അത് വിച്ഛേദിക്കുന്ന ഈ ആശ്രമത്തിന്റെ ജല കണക്ഷൻ വിച്ഛേദിക്കുന്ന ഒരു നടപടിയിലേക്ക് വന്നിരിക്കുകയാണ്. അത് നമുക്ക് ഇത്രയും സ്ഥലമൊക്കെ സൗജന്യമായി നൽകിയ ആ സാഹചര്യത്തിൽ സൗജന്യമായി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ആ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ വിഷയം ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ചെങ്കിലും സൗജന്യ കണക്ഷൻ സംബന്ധിച്ച യാതൊരു നിർദ്ദേശവും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്ന മറുപടിയാണ് കിട്ടിയത്. പൊതുവേദിയിൽ പ്രഖ്യാപനം നടത്തിയ മന്ത്രി ഒരു പ്രസ്ഥാനത്തോടും അവിടുത്തെ വിശ്വാസികളോടും നടത്തിയത് വഞ്ചനയാണെന്ന് ആശ്രമ ബന്ധുക്കളായ ഭക്തരും ആരോപിക്കുന്നു. സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, അണക്കര.